മസൂസ് കാഫിയുടെ ഏഴിന് വീട്ടിൽ വെച്ച് നടന്ന അതിവിപുലമായ പരിപാടി വിവിധ അനുസ്മരണങ്ങളും മൗലീദ് ബുർദ തഹ്രീൽ പത്തപ്പിരിയം بعدما بردت من العيدا كل مسود من الإمام. ഇവിടെ നാം സംവിധാനിച്ചതാണ്. നേരത്തെ ഉമ്മയുടെ 40 നടന്നപ്പോൾ അപ്പയും നമ്മുടെ ഹാഫിള് തന്നെയാണ് ബുർദക്ക് നേതൃത്വം നൽകിയത്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി യാത്രയുടെ മുമ്പ് 1-2 അനുസ്മരണങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ നടക്കുന്നു. ആദ്യമായി ഉസ്താദിന്റെ ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ച് ശിഷ്യന്മാര് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയവരുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് എത്താത്തവർ, ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെടാൻ കഴിയാത്തവർ വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ശിഷ്യന്മാരെയും പ്രതിനിധീകരിച്ച് നമ്മുടെ അബ്ദുള്ള സഖാഫി അണ്ടോണ കുറഞ്ഞ വാക്ക് നമ്മോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, വിട പറഞ്ഞത് അതിൻ്റെ ദുഃഖം നമ്മിൽ നിന്ന് ആരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള് ഉസ്താദിന്റെ ശിഷ്യരായിട്ട് വന്നത് മുതലാണ് എനിക്ക് ഉസ്താദിനെ പരിചയമുള്ളത്. ഏകദേശം 2006 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദിന്റെ അടുത്തേക്ക് ദർസിൽ പഠിക്കുന്നതിന് വേണ്ടി ഞാൻ വരികയും അങ്ങനെ അവിടെ പഠിക്കുന്നതിന്റെ ഇടയിൽ എല്ലാ മുത്തഅല്ലിമീങ്ങളും ബഹുമാനപ്പെട്ട മസ്ഊദ് ഉസ്താദിനെ കുറിച്ച് പ്രത്യേകം പറയുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മസ്ഊദ് ഉസ്താദ് ഒരു പ്രഗത്ഭനായ വ്യക്തിത്വമാണ്. പിന്നീട് ഉസ്താദ് മർക്കസിൽ പഠനം നടത്തി. ആദ്യമായിട്ട് മുദരിസ് സ്ഥാനത്തേക്ക് വരുന്നത് ചെറിയ പി ഉസ്താദിന്റെ കീഴിൽ 2ാം മുദരിസായിട്ടാണ്. യഥാർത്ഥത്തിൽ ഉസ്താദിന്റെ പ്രസംഗം ഏത് രൂപത്തിലാണോ അതുപോലെയായിരുന്നു ഉസ്താദിന്റെ സബക്കുകൾ. വിദ്യാർത്ഥികളായ ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉസ്താദിന്റെ കൂടെ പഠിച്ച എത്രയോ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഉസ്താദിന്റെ ജൂനിയറായ കുട്ടികൾക്ക് പോലും ഉസ്താദിന്റെ അടുത്ത് അവിടെ വന്ന 2ാം മുദരിസ് എന്ന നിലക്ക് ആയിരുന്നില്ല കണ്ടിരുന്നത്. ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നിന്ന് പഠിക്കുകയും എന്നാൽ ഉസ്താദ് എന്ന ബഹുമാനം പൂർണ്ണമായി നൽകിക്കൊണ്ട് അത്രയും സന്തോഷത്തോടു കൂടെയായിരുന്നു, സ്നേഹത്തോടു കൂടെയായിരുന്നു ഉസ്താദിന്റെ ഓരോ ക്ലാസ്സുകളും കേട്ടിരുന്നത്. മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം മർക്കസു സഖാഫത്തി സുന്നിയയില് ആദ്യം 1-2 ദിവസം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, തുഹ്ഫ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി മർക്കസിൽ പോയിരുന്നു. അപ്പോൾ തന്നെ കാന്തപുരം അസീസിയ അറബി കോളേജില് 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം ഉസ്താദിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നീട് 3 ദിവസമായി ഷെയ്ഖുന അവസാനം പറഞ്ഞു, ഉസ്താദേ, ചെറിയ ഉസ്താദിനോട് പറഞ്ഞു, പൂർണ്ണമായിട്ട് മർക്കസിലേക്ക് വരണം, അവിടെ ഒരുപാട് കുട്ടികൾ ഉള്ളതാണല്ലോ, നിങ്ങളുടെ ഇൽമ് അവിടെ പ്രചരിക്കട്ടെ. ഷെയ്ഖുനയുടെ നിർദ്ദേശപ്രകാരം പ്രിയ ശിഷ്യരായ ചെറിയ പി ഉസ്താദ് പൂർണ്ണമായി മർക്കസിലേക്ക് പോയപ്പോൾ
കാന്തപുരം അസീസിയ അറബിക് കോളേജിൽ നിന്ന് ചെറിയ പി ഉസ്താദിന്റെ ദർസ് പൂർണ്ണമായി മാറുകയാണ്, നീങ്ങുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ എന്റെ കൂടെ 3-4 വിദ്യാർത്ഥികൾ കൂടിയുണ്ട്, എന്റെ ബാച്ചിലുള്ള കുട്ടികൾ. ഞങ്ങൾക്കൊക്കെ മറ്റൊരു ദർസ് തേടി പോകണം. ചെറിയ പി ഉസ്താദ് പറഞ്ഞു നിങ്ങളും കൂടെ മർക്കസിലേക്ക് പോരുവേ. എന്റെ മനസ്സ് എപ്പോഴും ഒരു കൊല്ലം കൂടി പഠിക്കാനുള്ളത് ഹാഫിദ് ഉസ്താദിന്റെ അടുത്ത്, മസൂദ് ഉസ്താദിന്റെ അടുത്ത് പോകണം എന്നുള്ളതായിരുന്നു. അപ്പോഴേക്കും മസൂദ് ഉസ്താദ് അവിടെ നിന്ന് ഇടക്കാലത്ത് ഉസ്താദ് മർക്കസിലേക്ക് പൂർണ്ണമായി പോകുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പാലത്ത്, ഇവിടെ അടുത്തുള്ള ചെറുപ്പാല പ്രദേശത്തിലേക്ക് ദർസ് മാറിയിട്ടുണ്ട്. അന്ന് ചെറിയ പി ഉസ്താദിന്റെ സംഭവപ്രകാരം കുറച്ച് കുട്ടികൾ ഉസ്താദിന്റെ കൂടെ കൊണ്ട് പോരുകയും ചെയ്തിട്ടുണ്ട്. കാരണം റമദാൻ ആയാൽ ഉസ്താദ് പൂർണ്ണമായി മർക്കസിലേക്ക് പോകുമെന്നതുള്ളതുകൊണ്ട്. ഏതായിരുന്നാലും ആ വർഷം ചെറിയ പി ഉസ്താദ് മർക്കസിലേക്ക് പോയപ്പോ ഞാൻ തീരുമാനിച്ചു മസൂദ് ഉസ്താദിന്റെ അടുത്തേക്ക് വരണം. ചെറിയ പി ഉസ്താദിനോട് സമ്മതം ചോദിച്ചപ്പോൾ ഉസ്താദ് പെട്ടെന്ന് തന്നെ സമ്മതം തന്നു. അങ്ങനെ മർക്കസിലേക്ക് പോകാനിരിക്കുന്ന ആ ഒരു വർഷം, ഇനി ഒരു വർഷം കൂടിയാണ് എനിക്ക് പഠനം നടത്താനുള്ളത്. ബഹുമാനപ്പെട്ട മസൂദ് ഉസ്താദിന്റെ അടുത്തേക്ക് എന്റെ ആഗ്രഹം പോലെ വരികയും ചെറുപ്പാലത്ത് ഒരു വർഷം പഠിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഒരു തൗഫീഖായിട്ട് ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട മസൂദ് ഉസ്താദിന്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് മർക്കസിലേക്ക്, കോളേജിലേക്ക് പോയത് ഞാനാണ്. അത് ഉസ്താദ് പ്രത്യേകം എടുത്തു പറയാറുണ്ടായിരുന്നു. അന്ന് ഉസ്താദിന്റെ മുഖത്ത് ആ ഒരു സന്തോഷം കാണുകയും ചെയ്തിരുന്നു. കാരണം ഉസ്താദ് ദർസ് തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷം ആവുമ്പോഴേക്ക് തന്നെ ഒരു മുത്തഅല്ലിമീനെ മർക്കസിലേക്ക് പഠിക്കാൻ പറഞ്ഞയക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷം ഉസ്താദ് അവിടെ വെച്ച് പറയുകയും ചെയ്തിരുന്നു. തന്നെയുമല്ല, ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് അവറുകള് ഇടക്കിടക്ക് കാണാൻ വരുമ്പോഴൊക്കെ ഉസ്താദിന്റെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാല് ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു ശിഷ്യന്മാരോടൊക്കെ പെരുമാറുണ്ടായിരുന്നു. ബഹുമാനവും ആദരവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു കൂട്ടുകാരൻ പോലെ നമുക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന, എന്ത് തമാശകളും ഉസ്താദിനോട് പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ഉപ്പയെ പോലെ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, എന്റെ ഉപ്പ ഞാൻ മരണപ്പെട്ടത് ഞാൻ ഇവിടെ ചെറുപ്പാലത്ത് പഠിക്കുന്ന സമയത്താണ്. അന്നൊക്കെ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയത്, സമാധാനം തന്നത് വന്യരായ ഹാഫിദ് ഉസ്താദായിരുന്നു. ഉസ്താദ് മരണപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട മസൂദ് ഉസ്താദ് എന്റെ വീട്ടിൽ വരികയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ഉപ്പ രോഗിയായി കിടക്കുന്ന സമയത്ത് എവിടുന്നോ വയല് കഴിഞ്ഞ് വരുമ്പോ ഹോസ്പിറ്റലിൽ ഉസ്താദ് കയറിയിട്ട് എന്റെ ഉപ്പയെ എത്രയോ മന്ത്രിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും കൂടെ നിന്ന് ഒരു ഉപ്പയെ പോലെ. ഞങ്ങൾക്കൊക്കെ അറിയാം, മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു ഉസ്താദ് അവர்கள். എപ്പോൾ ഉസ്താദിനെ കാണാൻ വന്നാലും പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹദിയ എടുത്തു തരും. ചിലപ്പോൾ ഉസ്താദിന്റെ അടുത്തേക്ക് പലരും കൊടുത്ത ഹദിയയായ അത്തർ മുത്തഅല്ലിമീങ്ങളായ ഞങ്ങൾക്ക് തരും. എന്തെങ്കിലും ഒന്ന് തരാതെ ഞങ്ങളെ തിരിച്ചേക്കൂല. പരിശുദ്ധ റമദാന് വരുമ്പോ എല്ലാ വർഷവും ഉസ്താദ് ഞങ്ങളെ വിളിച്ചിട്ട് നോമ്പിനേക്ക് ആവശ്യമായ വിഭവങ്ങളും കിറ്റുകൾ ഇവിടെ വന്ന് വാങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലക്ക് മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ച്, കുടുംബത്തെ സ്നേഹിച്ചത് വേറെ, നിങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. കുടുംബത്തോടുള്ള ബാധ്യത തീർത്ത്, മുത്തഅല്ലിമീങ്ങളോടുള്ള ബാധ്യത കടപ്പാട് തീർത്ത്, വല്ലാതെ മഹബത്ത് വെച്ച അത്രയും വലിയൊരു പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് അവர்கள். ഈ അടുത്ത് സർക്കാർ പറമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളൊക്കെ വിളിച്ചു, എല്ലാരെയും പ്രത്യേകമായി വിളിച്ചു. അതുപോലെ തന്നെ കാന്തപുരത്ത് പഠിച്ചിരുന്ന മുത്തഅല്ലിമീങ്ങളെയും വിളിച്ചു. അന്ന് ഉസ്താദ് അവിടെ ദർസ് നടത്തിയ സമയത്ത് ഉള്ള മുത്തഅല്ലിമീങ്ങളെയും വിളിച്ചു. അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് അവറുകള് പ്രത്യേകമായി ചില നിർദ്ദേശങ്ങൾ തന്നിട്ട് അന്ന് ഉസ്താദിന്റെ വലിയൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. ഉസ്താദിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, നമുക്ക് ബുറുദയുടെ ഒരു വാർഷികം നടത്തണം, ഒരു വലിയ പരിപാടി നടത്തണം എന്നത് ഉസ്താദിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം നടത്താനൊക്കെ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഇടയിലാണ് ഉസ്താദിന്റെ വിയോഗം ഉണ്ടായിട്ടുള്ളത്. ഏതായിരുന്നാലും അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പിന്നെ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളോടൊക്കെ സംസാരിച്ച്, എന്നാൽ വന്ന ആളുകളൊക്കെ ഒന്ന് പേരെഴുതൂന്ന് പറഞ്ഞു. എല്ലാവരും പേരെഴുതി ഒപ്പിടൂന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് പറഞ്ഞു,
എന്നാൽ എല്ലാവരെയും പേര് എഴുതുന്നതിന്റെ കൂട്ടത്തിൽ ആദ്യം അണ്ടോണന്റെ പേര് എഴുതിയോ അവനല്ലേ ആദ്യം കോളേജിൽ പോയത്. ഞാനത് ഇന്ന് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഞാന് ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ വളരെ വളരെ അധികം അറിവ് കുറഞ്ഞ ഒരു സാധുവായ മനുഷ്യനാണ്. പക്ഷേ ഉസ്താദിന്റെ ഉള്ള ആ സ്നേഹമാണ് ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. ആദ്യം അണ്ടോണ പേര് എഴുതി ഒപ്പിടുമെന്ന് പറഞ്ഞു. അള്ളാഹു ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് വല്ലാതെ മഹബത്ത് വെച്ച ഒരു ഉസ്താദ്. ഈ അടുത്ത് കഴിഞ്ഞ വർഷം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ചെറിയ ഉസ്താദിന്റെ അടുത്ത് ശിഷ്യ സംഘം ഉണ്ടായിരുന്നു. അന്ന് ശിഷ്യ സംഗമം നടക്കുമ്പോൾ ഞാൻ വന്നു, ഉസ്താദിനെ കണ്ട് സംസാരിച്ചു. കൂട്ടത്തില് എന്റെ ഇളയ കുട്ടിക്ക് ചെറിയൊരു അസുഖം പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ വന്യരായ ഉസ്താദിനോട് ആ വിഷയം പോകുന്ന സമയത്ത് കാറിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഉസ്താദ് എന്റെ മോനെ ഇങ്ങനെ ചെറിയൊരു അസ്വസ്ഥത, ചെറിയൊരു അസുഖമുണ്ട്, വളരെ നിസ്സാരമായ ഒരു അസുഖം, ഒന്ന് ഉസ്താദിനോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതാ. ഉസ്താദ് അന്ന് ദ്വാ ചെയ്തു തന്നു, ദ്വാരക്കാന്ന് പറഞ്ഞു, പോയി. പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് രണ്ടാമതരസായി നിൽക്കുന്ന ഞങ്ങളുടെ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ തന്നെ പ്രമുഖനായിട്ടുള്ള ജലീൽ ഹസനി വണ്ടൂര് ഉസ്താദ് അവറുകൾ എന്നെ വിളിക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ, അണ്ടോണെ നിങ്ങളുടെ മോനെ എന്തോ അസുഖം ഉണ്ടായിരുന്നോ? ഉസ്താദ് ചോദിച്ചിരുന്നു, അത് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ നോക്കൂ, ഉസ്താദിന്റെ ശിഷ്യനായ എന്റെ ഒരു മകന്റെ അസുഖം ഒന്ന് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലും മാറ്റമുണ്ടോ എന്ന് ഉസ്താദ് ചോദിക്കണമെങ്കിൽ, ഈ തിരക്കിന്റെ ഇടയിൽ അത് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യന്മാരോടുള്ള അടങ്ങാത്ത മഹബത്താണ് ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, അതിന്റെ വേദിയുമല്ല. എല്ലാവരെയും മഹബത്ത് വെച്ച അത്രയും വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പലപ്പോഴും എത്രയോ ആളുകൾ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ആ പ്രസംഗത്തിന്റെ മാധുര്യവും അതിന്റെ മഹത്വം ഇങ്ങനെ പറയുമ്പോ, ഉസ്താദിന്റെ ശിഷ്യനാണെന്ന് ഓർമ്മയില്ലാതെ അവരിങ്ങനെ പറയാം. ഞാൻ അവസാനം അവരോട് പറയും, അതെന്റെ ഉസ്താദാണ്. അഭിമാനത്തോടുകൂടെ എനിക്ക് പറയാൻ കഴിയുമായിരുന്നു. ആ നിലക്ക് ഇത്രയും ആളുകൾ വല്ലാതെ സ്നേഹിക്കുന്ന, എല്ലാവരോടും സ്നേഹം മാത്രമുണ്ടായിരുന്ന, എല്ലാവർക്കും ആവോളം എല്ലാം ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. വന്യരായ ഉസ്താദിന്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഉസ്താദിന്റെ ദറജ ഉയർന്നതിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. വലിയ ഇബാദത്തുള്ള, എപ്പോഴും പരിശുദ്ധമായ ഖുർആനെ പാരായണം ചെയ്തിരുന്ന, ഖുർആൻ എവിടുന്ന് ചോദിച്ചാലും പറയാൻ കഴിയുന്ന, ഞാൻ ഓർത്തു പോവുകയാണ്, ചെറിയ ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് പലപ്പോഴും പറയുമായിരുന്നു, മർക്കസ് എന്നും അത് പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ഉസ്താദ് പറയുന്ന ഒരു വാക്ക്, എടോ നിങ്ങളൊന്നും ഹാഫിളല്ല, നിങ്ങൾക്കൊന്നും ഓതാൻ പറഞ്ഞ വാക്ക് കിട്ടൂല. എന്റെ ശിഷ്യനുണ്ട് മസൂദ്, അവനോട് എവിടുന്ന് ചോദിച്ചാലും അവൻ ഓതുമെന്ന് ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് സ്വന്തം ശിഷ്യനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും ഖുവ്വത്തുൽ ഹിഫ്ളുള്ള വലിയൊരു പണ്ഡിതനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. ഉസ്താദിന്റെ പരലോക ഗുണത്തിന് വേണ്ടിയിട്ടും ദറജ ഉയർന്നതിന് വേണ്ടിയും നമ്മളാൽ കഴിയുന്ന ആവാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദിന്റെ അതേ ശൈലി പിന്തുടർന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവർകൾ. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു വ്യക്തി സ്വാഹിദ് എന്ന് പറയുന്ന ആള്, അതുപോലെ കണ്ണ് കാണാത്ത ഒരാൾ നമ്മുടെ മുമ്പിലിരിക്കുന്നു സിറാജിക്ക. ഇവരൊക്കെ ചെറിയ ഉസ്താദ് വല്ലാതെ സ്നേഹിക്കുകയും കൂട്ടിപ്പിടിക്കുകയും ചെയ്തവരായിരുന്നു. അവരെ ഉസ്താദിന്റെ വഫാത്തിന് ശേഷവും ജീവിതകാലത്തും ഒക്കെ തന്നെ കൂട്ടിപ്പിടിച്ച് അവരോട് സ്നേഹം കാണിച്ചവരായിരുന്നു മസ്ഊദ് ഉസ്താദ്. ഇങ്ങനെ എല്ലാവർക്കും സ്നേഹം നൽകിയ ഉസ്താദിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ കുറച്ച് കസേരകളുണ്ട്, അവിടെ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്നാൽ വരുന്ന ആളുകൾ തോന്നും സദസ്സൊക്കെ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രവർത്തകന്മാർ ഇവിടെ കുറച്ച് കസേരയുണ്ട്, അവിടേക്കൊന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുത്താൽ നമ്മളെ മൗലിദ് ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന റളിയല്ലാഹു അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമിനെയും സ്നേഹിച്ചും ആദരിച്ചും ഇപ്പോൾ അനുസ്മരിച്ചും നടത്തുന്ന നമ്മുടെ ഇജ്തിമാഅ്
നാളെ പരലോകത്ത് കൺകുളത്തെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ മഹബത്തിൻ്റെ താലൂക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അഫ്ദലുൽ അഅമാലി അൽ ഹബ്ബു ഫില്ലാ വൽ ബഗ്ദു ഫില്ലാ, ഈ ഒരുമിച്ച് കൂടിയ ആളുകളിൽ 95% കുടുംബക്കാരല്ല, അതേസമയം ആത്മീയ ബന്ധുക്കളാണ്. അഫ്ദലുൽ അഅമാലി അൽ ഹബ്ബു ഫില്ലാ വൽ ബഗ്ദു ഫില്ലാ. ഗുരു ശിഷ്യ ബന്ധമാണെങ്കിലും പ്രാസ്ഥാനിക ബന്ധമാണെങ്കിലും ആദർശ ബന്ധമാണെങ്കിലും ഇൽമിയ ബന്ധമാണെങ്കിലും ഒക്കെ ഫില്ലാഹിയാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാളെ സ്വർഗത്തിലും ബഹുമാനപ്പെട്ട ഹാഫിദ് മസൂദ് സഖാഫി അടക്കം നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ച, പ്രത്യേകിച്ച് ഈ മാസം അനുസ്മരിക്കുന്ന അണ്ടോണ ഉസ്താദ്, ഷിറി ഉസ്താദ് അടക്കമുള്ള നമ്മളെല്ലാവരെയും അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നവരെയും ആ സ്നേഹിക്കുന്നവരെയും സ്വർഗത്തിൽ അള്ളാഹു നാളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ ഈ നല്ല സഭയുടെ മിഥുല സവാബ് വളരെ സന്തോഷമായി നല്ലൊരു പ്രകാശമായി ഹാഫിദ് മസൂദ് സഖാഫിയുടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. സത്യത്തിൽ ഇവിടെ അനുസ്മരണം അണ്ടോണ നടത്തിയതുപോലെയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ, ദീർഘകാലം ദർസിൽ ശിഷ്യന്മാരായി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ, അല്ലെങ്കിൽ മസൂദ് ഉസ്താദിനെ പഠിപ്പിച്ച ഉസ്താദുമാര്, കൂടെ പഠിച്ച സതീർത്ഥ്യർ, അങ്ങനത്തെ ആളുകളാണ് അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ മുജറബായ ചികിത്സ എന്ന് പറഞ്ഞതുപോലെ അനുഭവേദ്യമായ കാര്യങ്ങൾ പങ്കുവെക്കുക. അതേസമയം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ വന്ന എനിക്കും ഒരുമിച്ച് കൂടി നമുക്കെല്ലാവർക്കും ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവും. കാരണം പലരും നാട്ടിൽ മരിക്കാറുണ്ട്, പല ചടങ്ങുകളും നടക്കാറുണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായി ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ ഞാനും നാളെ മരിക്കുമല്ലോ, എനിക്കും കുറച്ചൊക്കെ വയസ്സായിട്ടുണ്ടല്ലോ, ഞാൻ മരിച്ചാൽ എന്നെ പറ്റി നല്ലത് പറയാൻ, എന്നെ അനുസ്മരിച്ചുകൊണ്ട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാം, ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഖബറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഹദിയകൾ നൽകാൻ മുഹിബ്ബീങ്ങളെ ഞാൻ വളർത്തിയിട്ടുണ്ടോ? മറിച്ച് ഞാൻ മരിക്കുന്നതോടുകൂടെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിന്നേതായത് മീറ്റിങ്ങിൽ അച്ചും വിളിയും കുറയും. ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മൾ ചില ഇബാദത്തുകളൊക്കെ നല്ലോണം ഉണ്ടാവും, വാളുകളും നല്ലോണം പറയും, പക്ഷേ ഹുലുക്ക് ലേശം മോശമായിരിക്കും. അല്ലാഹു നമ്മളൊക്കെ സ്വഭാവം നന്നാക്കി തരട്ടെ. പലപ്പോഴും ചില കമ്മിറ്റികളൊക്കെ, പള്ളി കമ്മിറ്റി ആയാലും സംഘടനാ മീറ്റിംഗ് ആണെങ്കിലും കുടുംബ സദസ്സാണെങ്കിലും വരെ ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആകെപ്പാടെ തകരാറാവും. എല്ലാവരും അഭിപ്രായ ഇത്തിഫാക്കെടുത്താൽ എനിക്കതിനോട് യോജിപ്പില്ല എന്ന് പറയും. അതോടുകൂടി മനുഷ്യ ശുദ്ധ ഇങ്ങനെ ചില സ്വഭാവമുള്ള ആളുകൾക്കൊക്കെ മാറ്റിയെടുക്കാൻ കൂടെ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉപകാരപ്പെടും. ഇപ്പോൾ സഖാഫിസ്ഥാനെ കുറിച്ച് ശിഷ്യർക്കൊരു അനുഭവങ്ങൾ പറഞ്ഞല്ലോ. എന്തായിരുന്നാലും ദർസും അതുപോലെ തന്നെ വഅളും ഇന്നത്തെ ദീനീ ദഅവയുടെ സുപ്രധാനമായ 2 മാർഗങ്ങളാണ്. അതിനുള്ള ചാനലുകളും ചാൻസുകളും ഒക്കെ വേറുണ്ടാവും. ഇത് രണ്ടും കൂടെ ജിത്യമായിട്ട് ഒരാൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് വലിയ ഭാഗ്യം, ചെറിയ ഭാഗ്യമൊന്നുമല്ല. അദ്ദീനു അൻ നസീഹ ഖാലു ലിമൻ യാ റസൂലല്ലാഹ് ഖാല ലില്ലാഹി വലിറസൂലി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തി. ഒരു മാസ്റ്റർ പീസ് ഹദീസാണല്ലോ. ആ പൊതുവിൽ ആവശ്യമുള്ളത് എന്തെങ്കിലും കുറെ പറയാന്നുള്ളതല്ല. കുറെ പാട്ട് പാടുക, അല്ലെങ്കിൽ കുറെ ഭാഷകൾ പറയുക, അല്ലെങ്കിൽ കുറെ തമാശകൾ പറയുക, അല്ലെങ്കിൽ അങ്ങനെ സദസ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാം. അങ്ങനെ വാഴുന്നുണ്ട്, അതും ആവശ്യമായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ഉപകാരം ഉണ്ടാവും. അതേ സമയത്ത് സന്ദർഭം നോക്കിയും ആളുകൾക്ക് ആവശ്യമുള്ളതും, അത് കമ്മിറ്റി ഇഷ്ടപ്പെടാതിരിക്കട്ടെ, പക്ഷെ ജനങ്ങൾക്കത് ആവശ്യമാണ്. ആ രീതിയിൽ സന്ദർഭം നോക്കി അഫ്ളൽ ഇൽമുൽ ഹാൽ, സന്ദർഭം നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അത് കമ്മിറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ടാവും, കാലിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും, മുത്താലിം ശ്രദ്ധിക്കേണ്ടതുണ്ടാവും, അങ്ങനെ പലരും ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ആ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ സന്ദർഭത്തിലുണ്ട്.
ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. പള്ളി ഉദ്ഘാടനം പള്ളി ഇതുപോലെയാണ്, സദസ്സ് നടക്കുന്നത് ഇവിടെയാണ്. അവൻ ഉദ്ഘാടനം ആവിഷ്കാരം കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ കയറി പള്ളിയാവുമ്പോൾ ഇഷ സമയത്ത് ബാങ്ക് കൊടുക്കണമല്ലോ, ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സദസ്സിലേക്ക് ഇങ്ങനെ കാര്യമായ ആൾ പ്രസംഗിക്കുമ്പോൾ നല്ല സൗണ്ടിൽ ഇങ്ങനെ കിറാത്ത് വരും. അപ്പം പെട്ടെന്ന് പ്രസംഗം നിർത്തി നോക്കുമ്പോൾ നല്ല സൗണ്ടിൽ ഇപ്പുറത്തുനിന്ന് ജമാഅത്ത് നടത്തുക. അറബികൾ ചോദിച്ചേ ഇതെന്താ? അറബികൾ പൈസ നിന്നിട്ടാണ് പള്ളി ഉണ്ടാക്കിയത്. ഒന്നുകിൽ അവിടെ ജമാഅത്തിൽ നിൽക്കുന്നത് ബാധകല്ലേ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. നോക്കി ഇരിക്കുന്നവർക്കത് ബാധകല്ലേ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് കിരിക്കുന്നു വേണ്ടി ഓൽക്കും അത് നിസ്കാരം എന്താ ചോദിച്ചിട്ട്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി ചെന്നിട്ട് പ്രശ്നങ്ങളെ കണ്ടി വന്നു. പിന്നെ നിസ്കാരം മുറിക്കാൻ വയ്യല്ലോ. ലാസ്റ്റ് ആ ഭാഗത്തുള്ള ക്യാബിൻ ഓഫാക്കിയിട്ട് ഇവിടെ പരിപാടി തുടർന്നു. പിന്നെ പോയി നോക്കുമ്പോൾ ഇമാം അവർകൾ ബഹുമാനപ്പെട്ടവർ പഠിച്ചതൊക്കെ വരക്കണം. അല്ല, അങ്ങനത്തെ ഒരു സന്ദർഭമൊക്കെ വരുമ്പോൾ 2 കലിമത്ത് ചെറിയ സൂറത്ത് മതി നിസ്കരിച്ചിട്ട് മൈക്കനെ ഉപയോഗിക്കാൻ പാടില്ല. ജമാഅത്താണ് ആ സമയത്ത് നടക്കുക. ചില ആൾക്ക് ഇഖ്ലാസിന് കൂടുതൽ അങ്ങനത്തെ ചില സമയത്തൊക്കെ ചില കാര്യമായ മീറ്റിംഗ് വെച്ചാൽ എൻ്റെ അദ്ദാദ് മുടങ്ങുന്നതാണ്. ഇവിടെ ഈ അദ്ദാദോ മീറ്റിങ്ങോ എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ മസാല ചിലപ്പോൾ ചിന്തിക്കൂല. അതുപോലെ നോമ്പ് തുറപ്പിക്കാൻ സമയത്ത് ചെറിയ സ്കരപ്പള്ളിയോ സമൂഹം തുറയോ, അപ്പം ആ സമയത്ത് ആളുകൾ ആവിഷ്കരിക്കാൻ കാത്തിക്കുകയാണ്. അപ്പം ഇവനിങ്ങോട്ട് അൽബക്കറാണ് തോന്നാൻ തുടങ്ങിയിട്ട് പിന്നെ സുബാനിലൊക്കെ നീട്ടിയാൽ പറഞ്ഞിട്ട് പിന്നെ നീണ്ടത് ഏപ്പിസ്താദുള്ള ദീർഘാശ്വാഫ്യത്തും കൊടുക്കട്ടെ. എപ്പോഴും എല്ലാ കൊണ്ടും സഹാബിയോട് ഉപദേശിക്കണം എന്നാണ്. ഈ തിന്നണ മൈക്ക് ഇങ്ങനെ വേക്കുന്ന അസുബൂക്യങ്ങൾ 2 ജമാഅത്ത് നടക്കുമ്പം മൈക്ക് വെച്ചു. അതൊക്കെ ഫത്തുൽമീന് സ്വരിഹായി പറഞ്ഞ മസലയാണ്. വസ്വാസിലൊക്കെ ഹറാമെന്നെ വരും. പരിപത്വം വഹാബിയാക്കണ്ട. ഞാനൊക്കെ വഹാബിയക്ക് 35 മറുപടി പറയുന്നതാണ്, നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഇത്തരം ചില പ്രവർത്തനങ്ങൾ ആളുകളെ വഹാബിയാക്കാൻ പ്രേരിപ്പിക്കും. മറിച്ച് അവിടെ അത് കഴിഞ്ഞാൽ മൈക്കൊന്നോട് ഒഴിവാക്കി വെച്ചിട്ട് പതുക്കെ ദ്വാരക്കുക. അതിന് 2 കലിമത്തിൽ ദുആ ചുരുക്കുക. അത് ചുരുക്കിയിട്ട് സംഘടിക്കണം. 2 കലിമത്തിൽ ചുരുക്കിയിട്ട് വേഗം അടുത്ത ജമാഅത്തിന് അവസരം കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ആരെ കുറ്റപ്പെടുത്താൻ ഈ റമദാനൊക്കെയാണ് വരുന്ന ഉസ്താദ്മാർക്കൊക്കെ മസാല അത് ആലോചിക്കാൻ നല്ലതാണ്. ഇവിടെ തന്നെ പള്ളി ഉദ്ഘാടനത്തിന് ഖലീഫുൽ പാപ്പ മാറി നിസ്കരിച്ച് സ്ഥലം വിട്ടി ഉടനെ വേറെ ദിക്റൊന്നുമില്ല, 2 കലിമത്തിൽ വേർന്നിട്ട് ഇനി അടുത്ത ജമാഅത്ത് നിസ്കരിച്ചോളി എന്നതാണ്. അവിടെയാണ് ഇപ്പം നടക്കുന്ന സംഭവം. ഞാൻ പറയുന്നത് ചിലപ്പോൾ പങ്കെടുത്തവരിവിടെ ഉണ്ടാവും. അവിടെ ഞാൻ പള്ളിൻ്റെ പേരും സ്ഥലമൊന്നും പറയാത്തത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തായിരുന്നു, ഇപ്പം ഇമാം കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അതും അറിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചില ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മസൂദ് കാഫിയുടെ വാതിൽ ശ്രദ്ധിച്ചാൽ അറിയാം. അത് ജനങ്ങളെ സുഖിപ്പിക്കാനുള്ള എന്നാൽ സുഖമുണ്ട്. അത് വാതികൾക്കും അദ്ദേഹത്തെ പറഞ്ഞ ചെറിയ ഉസ്താദിന് അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പോയാലും ഉസ്താദ് ഇങ്ങനെ ചിരിച്ചിട്ട് കൊട്ടപ്പെട്ട വിഷയാവതാനൊക്കെ തന്നെ നോക്കുകൊണ്ട് നിങ്ങൾ വേറെ ചില മുഖാമുഖങ്ങളിലൊക്കെ ചിലപ്പോൾ മുഖാമുഖത്തെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഉസ്താദ് ഇരുന്നേരാൻ വേണ്ടിയിട്ട് വരും. ഉന്മുസ്താദ് ഉണ്ടോ ഉന്മുസ്താദ് ദീർഘാശ്വാഫിയത്തും കൊടുക്കട്ടെ. ഒരു മറുപടിക്കല്ല, അത് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഇസ്മായിസ്ഥാന്റെ ഒക്കെ ഇത് പിന്നെ ചർച്ച ചെയ്യുന്ന മുഖാമുഖം തുടങ്ങിയത്. അപ്പൊ അള്ളാഹു ഇസ്മായിസ്ഥാൻ ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ ആ ഇടപെടുന്ന സമയത്ത് ചിരിച്ചിട്ടുള്ള ഇടപെടലാണ്. അതങ്ങനെ തന്നെ കോപ്പി അടിച്ച് ഏതായാലും ശിഷ്യന് കിട്ടിയത്. അത് ഉസ്താദുമാരുടെ ഇത്തിബാഴ്, അത് ഈ കോളേജും ദർസും നമ്മളെ മാറ്റും അതാണല്ലോ. ഒരു ഷെയ്ഖ് മുരീദ് എന്നുള്ള ആ ബന്ധം അതാണ്. ഉസ്താദ് അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ഒരിക്കൽ എന്നോട് മർക്കസ് പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. എടോ ദർസും കോളേജും തമ്മിൽ ഇങ്ങനെ മാറ്റേണ്ടതെന്നാണ്. അപ്പൊ അതിന് മാറ്റത്തിൽപ്പെട്ട ഒന്നാണ്. ദർസാകുമ്പോൾ ആ ഒരു ഉസ്താദിന് ഇത്തിബാഴ് ചെയ്യാൻ പൂർണ്ണാർത്ഥത്തിൽ തന്റെ ശിഷ്യന്മാർ മെനപ്പെടും. അതിന് നല്ല 100% വിജയിച്ച ആളാണ് ബഹുമാനപ്പെട്ട നിന്റെ സഹോദരൻ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കൽ തന്നെ സ്വതക്കാണ്. അറബികളെ മുഖത്തേക്ക് നോക്കൽ വേറെ സ്വതക്കാണ്. അവർ കൊണ്ടാളിയനും കൊടുത്താളിയെന്ന് പറഞ്ഞതുപോലെ പശുസക്കാഫിയുടെ വാത് കേൾക്കുന്ന ആളുകൾക്ക് ഞാനൊക്കെ ചിലപ്പോൾ തമാശ പറയുമ്പോൾ ചിരിക്കുന്നത് അല്ലാത്ത സമയത്ത് ചിരി വരില്ല. അതേ സമയത്ത് ഇതിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ അവതരിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അദ്ദീനുൻ നസ്വഹ എന്ന് പറഞ്ഞ ആ വളരെ വിലപ്പെട്ട ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ എഴുതിയ ആ ഹദീസിന്റെ മിസ്താഫ് അങ്ങനെ തന്നെ കമ്മിറ്റിക്കാരോട് എന്താ വിഷയം ചോദിച്ചിട്ട് അവർക്ക് വേണ്ടത് ബോധിപ്പിച്ചു പറഞ്ഞു പോവല്ല. ജനങ്ങൾക്ക് ഒരു അയിമ്മത്തുൽ മുസ്ലിമീന വ അമ്മത്തിഹി എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഇബാദത്തിലാകും, ചിലപ്പോൾ പള്ളി കമ്മിറ്റിയുടെ നടത്തിപ്പിലാകും, ചിലപ്പോൾ ചെറുപ്പക്കാരുടെ പ്രവർത്തനത്തിലാകും. അതൊക്കെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഒക്കെ വെളിച്ചത്തിലും അതുപോലെ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിലും തസൂഫ് അതിലേക്ക് കലർത്തിയും ആ രീതിയിലൊക്കെ നടത്തുന്ന ഒരു നല്ല ഉപദേശം.
ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അള്ളന്മാര് അല്ലെങ്കിൽ പ്രഭാഷകന്മാർക്കൊക്കെ മോട്ടിവേഷൻ നൽകുന്ന രീതിയിൽ ചില ആളുകൾ നല്ല തഹഖീഖാവും 13-14 കൊല്ലം പഠിച്ചിട്ടുണ്ടാവും, എല്ലാ ഫുനൂനുകളിലും നല്ല ദഖലായിരിക്കും, ഇരുന്നിങ്ങനെ ചോദിച്ചാൽ ഇൽമിങ്ങനെ ഒഴുകും. പക്ഷെ ഒരു സദസ്സ് കിട്ടിയാൽ, മൈറ്റ് കയ്യിൽ കിട്ടിയാൽ പ്രസംഗിക്കാൻ കഴിയില്ല, ആളുകൾക്ക് വിഷയം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അവിടെയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞ ഈ ഹദീസിന്റെ പ്രസക്തി ബോധ്യപ്പെടുന്നത്. കിട്ടിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആ എത്തിച്ചു കൊടുക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകമായ പ്രാർത്ഥനയാണ്. അത് ഈ നമ്മൾ പ്രാദേശികമായി നിൽക്കുന്ന ഖത്തീബന്മാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച അവിടെ പ്രസംഗിക്കും, റബീഉൽ അവ്വൽ ചിലപ്പോൾ കുറച്ച് ദിവസം പ്രസംഗിക്കും. ഇപ്പൊ റമദാനാണ് വരുന്നത്, തറാവിന്റെ ശേഷം 10 പറയും. അതേ സമയത്ത് ഓരോ ദിവസവും ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നിട്ട് അത് പറയാൻ അതൊരു തൗഫീഖാണ്. മുവഫഖായ ആളുകൾക്ക് അത് കഴിയും. അല്ലാഹു നമ്മുടെ കൂട്ടിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആ വഅദ് മാത്രമല്ല, ഒരു വർഷം പൂർണ്ണമായി ദർസ് നടത്തിയാൽ 10 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ദർസാണ്. ആ ദർസ് ചിലപ്പോൾ കൊല്ലം ലാസ്റ്റ് ആകുമ്പോഴേക്ക് 2-3 കുട്ടികൾ ഉണ്ടാവുക. അതിന് ചിലപ്പോൾ ജീപ്പിന്റെ കളിക്കന്മാരായി പോയിട്ടുണ്ടാവും. ഒരൊറ്റ വഅദ് കൊണ്ട് ആലിമിന്റെ മാതൃക പറഞ്ഞതുപോലെ ഹാലു വാഹിദൻ ഫി അൽഫി റജുലിൻ മിൻ ഖൈരി വാഹിദിൻ ഫി അൽഫി വാഹിദിൻ ഫി വാഹിദി എന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ ആ ഒരൊറ്റ വഅദ് കൊണ്ട് ഒരു 10 കൊല്ലം ദർസ് നടത്തിയ മാറ്റം ചിലപ്പോൾ കിട്ടും. എന്തുകൊണ്ട്? ഈ പറഞ്ഞ മാതൃക പോലെ ഒരൊറ്റ ഹാലു വാഹിദിൻ ഫി അൽഫി റജുലിൻ, 1000 ആളുകളെ കൂട്ടത്തിൽ മാതൃകയെ ഒരാൾ, അയാൾ ഖൈറുൻ മിൻ അൽഫി വാഇദിൻ ഫി വാഹിദി, ഒരാളോട് 1000 ആൾ ഉപദേശിക്കുന്നതിനേക്കാൾ മാറ്റം ഒരാൾ മാതൃക കൊണ്ട് കിട്ടുന്ന. ഇതുപോലെ ഒറ്റ വാത് കേട്ടാൽ മതി. ആ വാത് കൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങും. തന്റെ മക്കളെ ഓതാൻ പറഞ്ഞേക്കും, പള്ളിയുമായി അടുക്കും, തെറ്റിയവൻ നന്നാകും, വലിയ മാറ്റം വരും. അതൊരു നല്ല പാരമ്പര്യത്തിന്റെ തുടക്കമാണ്. 10 കൊല്ലം ദർസ് നടത്തിയ പുണ്യം ഒരൊറ്റ വാത് കൊണ്ട് ചിലപ്പോൾ ലഭിക്കും. സുന്നത്തമാത്തിന്റെ അഖീദ 1/2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഒരാളെ ഉറപ്പിക്കാൻ കഴിയും. വഹാബി സുന്നിയാവാൻ, ഇളകിയവൻ ഉറക്കാൻ, അപ്പുറത്ത് ഉറച്ചവൻ ഇളകാൻ, ഇതിനൊക്കെ വാത് കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് വാത് എന്ന് പറഞ്ഞാൽ സിഹ്റ എന്ന് പറഞ്ഞത്. ആ ഒരു വാതിന്റെ വല്ലാത്ത തൗഫീഖ് ലഭിച്ച മുവഫഖായ ആളാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് മസ്ഊദ് സഖാഫി അവറുകൾ. ഞങ്ങൾ കാണുമ്പോൾ താടിമുടിയൊക്കെ കണ്ടാൽ ചിലപ്പോൾ എന്നെക്കാൾ 10 വയസ്സാറുണ്ടെന്ന് തോന്നും. എന്നെക്കാളും 13 വയസ്സ് താഴെയാണ്. എനിക്ക് 53 കഴിഞ്ഞ് 24ലേക്കാണ്. 41ാമത്തെ വയസ്സിലാണ് ഹാഫിദ് പോണത്. പക്ഷെ ആ 41 കൊല്ലം 1 മുത്താലിമാവുകയും 2 വഅദ് രാത്രികൾ പറയുകയും പകൽ ദർസ് നടത്തുകയും ചെയ്ത് ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ സുഹൃത്തുക്കളും സ്നേഹവലയത്തിലേക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ പിന്നെ ഒന്ന് തണ്ടോണ പറഞ്ഞല്ലോ, അത് അടിവരുണ്ടാണ്. പഠിപ്പിച്ച ഉസ്താദിന്റെ നാവിൽ നിന്ന് അഭാവത്തിൽ മഹത്വം വരുന്നുണ്ടോ ആ ശിഷ്യന് പൊരുത്തുണ്ടോ? മുമ്പിൽ വെച്ചിട്ടല്ലല്ലോ പറയണത്. അതേമയത്ത് ഹാഫിൾ ആകുകയാണെങ്കിൽ എന്റെ മസൂദിനെ പോലെയാണ് എന്റെ എന്നുള്ള എന്നിലേക്ക് അസ്വമു ലീ എന്ന് പറഞ്ഞ ഹദീസിനോട് വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറച്ചിലാണ് എന്റെ മസൂദിനെ പോലെ ആകണം എന്ന് ഉറക്കത്തിൽ വിളിച്ചാൽ ആയത്തോതും എന്ന് ഒരു ഗുരു. അത് ചെറിയ ആളും അല്ലല്ലോ, വലിയ ആളാണോ പറയണത്. ആ ചെറിയ പിസ്താനെ പറ്റിയ വലിയ പിസ്ത പറഞ്ഞ് എന്റെ പിൻഗാമി ഉലമാക്കളെ ലക്ഷണം കസ്തലാനി പറഞ്ഞെടുത്ത് വരും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കസ്തലാനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹയാത്തുൽ അബദിയ. അതിന്റെ വ്യാഖ്യാനം ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ഈ സദസ്സത അറിയിക്കുന്നുണ്ട്. മരണപ്പെട്ട സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്ന ധാരാളം ആളുകൾ അതിൽ അറിയിക്കുന്നുണ്ട്. വീട്ടിലും വഴിക്കടവിലും ഇവിടെയെല്ലാം എന്നെ പോലത്തെ ആൾക്കാർ വന്ന് നിസ്കരിക്കാൻ പറ്റാതെ പോയത് സങ്കടം അറിയിച്ചിരുന്നത് മാത്രം. പിന്നെ കഥ വേറെ സ്ഥലത്ത് പോയിട്ട് വീട്ടിലേക്കാണ്. അത്രത്തോളം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ വന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിപ്ലവമായി മാത്രമല്ലാതെ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് സന്തോഷമായി എത്തിച്ചു കൊടുക്കട്ടെ. ഉപ്പ മരിച്ച വിഷമം മക്കൾക്കുണ്ടാകും, ജ്യേഷ്ഠൻ മരിച്ച ദുഃഖം അനുജന്മാർക്കുണ്ടാകും, അനുജൻ പോലെ ജ്യേഷ്ഠന്മാർക്കുണ്ടാകും, കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് ഇല്ലാത്തതിലും വിഷമമുണ്ട്. പക്ഷെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഉപ്പ മരിച്ച സെക്കൻഡ് മുതൽ പല തങ്ങന്മാരും ആലിമീങ്ങളും
എല്ലാവരും ഇങ്ങനെ ഉപ്പാന്റെ കബറും പുറത്തും വീട്ടിലും വന്ന് പോകുമ്പോൾ ഉമ്മാക്ക് വരെ സന്തോഷമായിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്കും കിട്ടുമല്ലോ എന്നൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും മരണാനന്തര ബഹുമതി തെരുമാറാവട്ടെ. ഇതുപോലെ ഈ സഖാഫി ഉസ്താദിന്റെ അനുസ്മരണങ്ങൾ കാന്തപുരത്ത് നടക്കുന്നു, സി.കെ. നഗറിൽ നടക്കുന്നു, പത്രത്തിൽ വരുന്നു, ആളുകൾ കൂടുന്നു, ദ്വാരക്കുന്നു, ഖാത്തമുകൾ ഓതുന്നു, ശിഷ്യന്മാർ പലതും പറയുന്നു. ഇങ്ങനെ എല്ലാം പാടെ ചെയ്യുമ്പോൾ ബന്ധുക്കൾക്കൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവും. അല്ലാഹുവേ, മരണപ്പെട്ട ഉമ്മ ഉപ്പയെ അടക്കം ഓരോ ഖബറിലേക്ക് ഈ സന്തോഷം എത്തിച്ചു കൊടുക്കണേ അല്ലാ. ചെറിയ ഉസ്താദടക്കമുള്ള ഉസ്താദമാരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഹയാത്തുള്ള നീണ്ട കാലത്ത് ഉസ്താദാണ് തറിയിട്ടാൽ സഖാഫി, ലുക്മാൻ സഖാഫി തുടങ്ങിയിട്ടുള്ള ആളുകൾ. അല്ലാഹുവേ, അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. അവർക്കും TC ഉസ്താദമാരെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവേ, നീ ദറജ ഏറ്റി കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും മറ്റു കുടുംബത്തിനും ഒക്കെ നല്ല ഹിമ്മത്തും നല്ല റാഹത്തുള്ള ഭാവിയും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള സന്തോഷവും തൗഫീഖും നൽകണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്ത് തൃശ്ശൂർ ഒരു ഡോക്ടറെ അടുത്ത് ബുക്ക് ചെയ്ത് 16ാമത്തെ ടോക്കൺ കിട്ടിയതാ. ഞാനതിങ്ങനെ പിന്നെപ്പോഴും വരാൻ വിചാരിച്ച അന്നലെ സവീദ് സഖാഫിന്റെ മരുവരും കൂടിയാണ്. അതുപോലെ തന്നെ ഇവർ 5 ജ്യേഷ്ഠൻ അശേഷത്താക്കുന്ന രാത്രി വിളിച്ചത്. അപ്പോൾ ഈ സദസ്സിലൊന്ന് ഒന്ന് സംബന്ധിച്ച് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അവളൊക്കെ ആഫിയത്തിന് വേണ്ടിയിട്ടും ആക്കിബത്തും ദുആ ചെയ്യുന്നു വസീയത്ത് ചെയ്തുകൊണ്ട് വാഹുദവാൻ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിൻ്റെ ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട്. പോകുന്ന ഉസ്താദുമാരോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബിനികളെയും കൂടെ ഭക്ഷണം കഴിപ്പിച്ച് വേണം പോകാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദുമാർക്ക് ഇവിടെ നമ്മുടെ ബേക്ക് ഭാഗത്തുള്ള ഈ വീട്ടിൽ ഭക്ഷണത്തിന് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ പരിസരത്ത് ഈ കാണുന്ന ഈ സ്ഥലം മാത്രമേ ഈ വീട്ടിൻ്റെ അടുത്തുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത വീടും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആ വീട്ടുകാരും അവരൊക്കെ ഈ പരിപാടിയോട് സഹകരിക്കുകയും മരണസമയം മുതൽ ഇതുവരെ ആവശ്യമായ സഹായങ്ങളും ഒത്താശകളും ചെയ്തു തന്ന് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. മഹബത്തിൻ്റെ ഭാഗമായി ഒരുപാട് ദൂരദിക്കുകളിൽ നിന്ന് മരണത്തിൻ്റെ ദിവസം മുതൽ മുഹിബ്ബീങ്ങൾ ഈ വീടിനെ ലക്ഷ്യമാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ എത്താനുള്ള പ്രയാസം അത്ര സുഖകരമല്ലല്ലോ. എന്നിട്ട് പോലും ഇവിടെ വന്ന് പോവുക എന്ന നിലക്ക് ഇതിലേറെ 10 മടങ്ങ് ആളുകൾ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി ഇവിടെ വന്നു പോയിട്ടുണ്ട്. പലരും അവിടെ വഴിക്കടവിൽ സിയാറത്ത് കഴിഞ്ഞ് ഇവിടെ വരും. ചിലപ്പോൾ ഇവിടെ വന്ന് സിയാറത്തിന് അങ്ങോട്ട് പോകും. എല്ലാം മഹബത്തിന്റെ വഴിയിലാണ്. അതിൽ കൂടുതൽ ആളുകളും അനുജനെ കാണാത്തവരാണ്. വയല് കേട്ടിട്ട് മാത്രം, പ്രസംഗം കേട്ട് മാത്രം എത്തിയവരാണ് കൂടുതൽ ആളുകളും ഉള്ളത്. അങ്ങനെ ത്യാഗം സഹിച്ചവരുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ പരിമിതമായ സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ചൂടുണ്ട് എന്നറിയാം. പരമാവധി ഫാനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ താർപ്പായാൽ ഇതിലേറെ കൂടുതൽ ചൂട് വരും എന്നതുകൊണ്ടാണ് തുണിപ്പന്തൽ കെട്ടിയത്. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരും എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം. തിരക്കുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രയാസപ്പെടേണ്ടതില്ല. അവർക്ക് പോകാം. ഭക്ഷണം അപ്പുറത്തുണ്ടാവും. ഇനി നാം യാക്രമ ചൊല്ലി 1-2 ഹദീസ് മൗലിദ് ഓതി യാസീൻ ഓതി ദുആ ചെയ്യുകയാണ്. ഒരുപാട് ഉസ്താദുമാരുണ്ട്. അനുസ്മരിക്കാനും പറയാനൊക്കെ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ കുറവ് കൊണ്ട് യാക്രമ ബൈത്ത് ചൊല്ലുകയാണ്. യാക്രമ വരെയുള്ള ബുർദയുടെ ഭാഗം നേരത്തെ ചൊല്ലി ഇനി അത് പൂർത്തിയാക്കുക. وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لي من آلوذ به سواك عند حلول الحديث العميم ولي ضيق رسول الله جاهك بإذا الكريم تجلى باسمي منتهى
فإنا من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلات عظمت إن الكبائر في غفران كالأمام لعل رحمة ربي حين يقسمها تأتي على حسب الصيام في القسم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منغرم والتف بعبدك في الدارين إن له صبرا ما تدعو الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي صحبي صلاة منك دائمة على النبي بمنهل ومنسجم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مارنا حتى عذابات الباني ريح الصبا وأطراف العيسى هادي العيسي بالنغم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واغفر إلهي لكل المسلمين بما يتلون في المسجد الأقصى وفي الحرم بجاه إيمان بيته في طيبة حرم واسمه قسم من أعظم
القسم وهذه البردة المختار قد ختمت والحمد لله في بدء وفي ختم أبياتها قد أتت 60 مع 100 فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم واغفر بها موتانا يا واسع الكرم وارفع بها درجته يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم